ആൻ മെഗാ മീഡിയയും കാവ്യ ഫിലിം കമ്പനിയും ചേർന്ന് നിർമ്മിച്ച് അഭിലാഷ് പിള്ളയുടെ രചനയിൽ വിഷ്ണു വിനയ് ആദ്യമായി സംവിധാനം ചെയ്ത 2024 ഇന്ത്യൻ മലയാളം ഭാഷ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ആനന്ദ് ശ്രീബാല. 2017 കൊച്ചിയെ പിടിച്ചുലച്ച ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തെ അടിസ്ഥാനമാക്കി വിഷ്ണു വിനയ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രം ആത്മഹത്യയെന്ന് പോലീസ് വിധിയെഴുതിയ സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. പോലീസാകാൻ മാനസികവും ശാരീരികവുമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ് ആനന്ദ് ശ്രീബാല. പേരിൻ്റെ വ്യത്യസ്തത കൊണ്ട് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആനന്ദ്, പക്ഷേ എന്തുകൊണ്ട് അമ്മയുടെ പേര് സ്വന്തം പേരിനൊപ്പം ചേർത്തു എന്ന് ചോദിച്ചാൽ വിളറി വിയർത്തൊലിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകും. ആനന്ദിൻ്റെ ഈ പ്രത്യേക സ്വഭാവത്തിനു പിന്നിലെ കാരണങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് പ്രേക്ഷകരെ സംവിധായകൻ സിനിമയുടെ കഥാപരിസരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ക്രൈം റിപ്പോർട്ടറായ സുഹൃത്തിനെ സഹായിക്കാൻ ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തിൻ്റെ കേസ് അന്വേഷിച്ചു തുടങ്ങുകയാണ് ആനന്ദ്. ആത്മഹത്യയെന്ന് പോലീസ് വിധിയെഴുതിയ മെറിൻ ജോയ് കേസ് പിന്നീട് ആനന്ദിന് ഒരു അഭിനിവേശമായി മാറുന്നു. തങ്ങളുടെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന മെറിൻ്റെ മാതാപിതാക്കളുടെ മൊഴിയുടെ ചുവട് പിടിച്ച് DGP ശങ്കർദാസിൻ്റെ എതിർപ്പുകളെ മറികടന്ന് ആനന്ദ് മെറിൻ്റെ തിരോധാനത്തിന് പിന്നാലെ പായുന്നു. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിറങ്ങി കൊച്ചിയിൽ ഗോശ്രീ പാലം വരെ നടന്നുപോയ മെറിൻ അപ്രത്യക്ഷയായതിന് പിന്നിലെ ഊരാക്കുടുക്കുകൾ ഓരോന്നായി ആനന്ദ് അഴിച്ചെടുക്കുന്നതിലൂടെയാണ് ആനന്ദ് ശ്രീബാല പുരോഗമിക്കുന്നത്. ആനന്ദ് ശ്രീബാല എന്ന ടൈറ്റിൽ കഥാപാത്രമായി അർജുൻ അശോകൻ്റെ മിന്നും പ്രകടനമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആനന്ദ് എന്ന കഥാപാത്രത്തിൻ്റെ മാനസിക വിഭ്രാന്തികളും കുറ്റാന്വേഷണത്തിലെ മികവും പ്രകടമാക്കുന്നതിലൂടെ ഒരു മികച്ച അഭിനേതാവിനെയാണ് അർജുനിൽ തെളിഞ്ഞു കാണുന്നത്. DGP ശങ്കർദാസ് എന്ന ഒരൽപ്പം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി സൈജു കുറുപ്പ് നന്നായി തിളങ്ങിയിട്ടുണ്ട്. ആനന്ദ് ശ്രീബാലയിലെ ശ്രീബാലയായി എത്തിയത് മലയാളികളുടെ പ്രിയപ്പെട്ട ശ്യാമളയായ സംഗീതയായിരുന്നു. മലയാളികളുടെ ശ്യാമള എവിടെയും പോയിട്ടില്ല എന്ന് വെളിപ്പെടുത്തുന്ന പ്രകടനമാണ് ഒരൽപ്പം പക്വതയുള്ള ശ്രീബാലയിലൂടെ സംഗീത തെളിയിച്ചത്. റിപ്പോർട്ടർ ശ്രീബാലയായി എത്തിയത് അപർണ ദാസ് ആണ്. ഏറെ രസകരമായ പോലീസ് കഥാപാത്രമായി അതിഥി വേഷത്തിൽ അജു വർഗീസും ചിത്രത്തിലുണ്ട്. സിദ്ദിഖ്, നന്ദു, ധ്യാൻ ശ്രീനിവാസൻ, ഇന്ദ്രൻസ്, അസീസ് നെടുമങ്ങാട്, മനോജ് KU, മാളവിക മനോജ്, കൃഷ്ണ, ശിവദ, അബിൻ K, മാസ്റ്റർ ശ്രീവത് തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്. വൈവിധ്യമാർന്ന ചലച്ചിത്രങ്ങളിലൂടെ മലയാളികളുടെ ഇടം നേടിയ സംവിധായകൻ വിനയൻ്റെ മകനാണ് ആനന്ദ് ശ്രീബാലയുടെ സംവിധായകൻ വിഷ്ണു വിനയ്. സംവിധായകൻ എന്ന നിലയിൽ വിഷ്ണു തൻ്റെ അരങ്ങേറ്റ ചിത്രം ഗംഭീരമാക്കിയിട്ടുണ്ട്. കറ തീർന്ന ഒരു കുറ്റാന്വേഷണ ചിത്രമാണ് ആനന്ദ് ശ്രീബാല. കുറ്റാന്വേഷണത്തിലെ കുരുക്കുകൾ ഓരോന്നായി അഴിച്ചു മുന്നേറുന്ന രീതിയിൽ വളരെ ഗ്രിപ്പിംഗ് ആയി എഴുതിയ തിരക്കഥയാണ് ചിത്രത്തിൻ്റെ നട്ടെല്ല്. അഭിലാഷ് പിള്ളയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. യഥാർത്ഥ സംഭവത്തിൻ്റെ ഗൗരവം ഒട്ടും ചോരാതെ ആത്മഹത്യയെന്ന് വിധിയെഴുതുന്ന കേസുകളിൽ ഇങ്ങനെയും സംഭവിച്ചിരിക്കാമെന്ന അഭിലാഷ് പിള്ളയുടെ കണ്ടെത്തലുകൾ ഭാവിയിൽ കുറ്റാന്വേഷണത്തിന് പഠനസഹായി എന്ന നിലയിൽ ഉപയോഗിക്കാവുന്നതാണ്. ലൂപ്പ് ഹോൾ ഒട്ടും അവശേഷിപ്പിക്കാതെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ മുന്നേറുന്നു എന്നതാണ് തിരക്കഥയുടെ ബ്രില്യൻസ്. കുറ്റകൃത്യവും കുറ്റാന്വേഷണവും ഏറെ മികച്ച രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വിഷ്ണു നാരായണനാണ് ഛായാഗ്രാഹകൻ. ട്രെയിലർ പുറത്തിറങ്ങിയപ്പോഴും പോലീസിനെ കുഴക്കിയ ആ സംഭവം ഏതാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞതോടെ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് മിഷേൽ ഷാജി എന്ന പേരാണ്. 2017 ആത്മഹത്യ എന്ന് പോലീസ് വിധിയെഴുതിയ മിഷേൽ കേസ് 2024 ആനന്ദ് ശ്രീബാലയിലൂടെ വീണ്ടും ചർച്ചയാവുകയാണ്. സിനിമ കണ്ടവർക്കെല്ലാം മിഷേലിന് എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ട്. ചിത്രം കണ്ടതോടെ മിഷേലിൻ്റെ പിതാവ് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ മകളുടെ കൊലപാതകം പോലീസ് ആർക്കൊക്കെയോ വേണ്ടി ആത്മഹത്യയാക്കി മാറ്റിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
അവൾ ധരിച്ചിരുന്ന ബാഗോ ആഭരണങ്ങളോ ഒന്നും മൃതദേഹത്തിന്റെ സമീപത്തുണ്ടായിരുന്നില്ല. ഷാജിയുടെ വാക്കുകൾ. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ചിത്രത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. പോലീസ് പ്രതികളോടൊപ്പം കൂടി നിന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ട് ഏത് കൊലപാതകവും ആത്മഹത്യയാക്കുന്ന ഒരു പ്രതീതി ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ കണ്ടപ്പോൾ ഞങ്ങൾ നടന്ന വഴികളിലൂടെ വീണ്ടും യാത്ര ചെയ്തു. വനിതാ സ്റ്റേഷൻ, കസബ സ്റ്റേഷൻ, സെൻട്രൽ സ്റ്റേഷൻ തുടങ്ങി ഓരോ സ്റ്റേഷനിലും കയറി ഇറങ്ങിയ അനുഭവങ്ങൾ വളരെ മനോഹരമായി അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. 2017 മാർച്ച് 5 കൊച്ചിയിലെ ഗോശ്രീ പാലത്തിന് താഴെയുള്ള കായലിൽ നിന്നാണ് CA വിദ്യാർത്ഥി മിഷേലിൻ്റെ മൃതദേഹം പോലീസിന് ലഭിക്കുന്നത്. മിഷേലിനെ കാണാതായ നിമിഷം മുതലേ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് കുടുംബം അന്നേ പരാതിയിൽ പറഞ്ഞിരുന്നു. കലൂർ പള്ളിയിലേക്ക് പോകുന്നു എന്ന മിഷേലിൻ്റെ ഫോൺ സന്ദേശം പിന്തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ രാത്രി തന്നെ അവളെ കണ്ടെത്താനാകുമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ദുരൂഹമായ സാഹചര്യങ്ങളിൽ കാലത്തിൻ്റെ ഏടുകളിലേക്ക് നടന്നു മറഞ്ഞുപോയ നിരവധി പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. മക്കളുടെ തിരോധാനം ആത്മഹത്യയെന്ന് നീതിപാലകർ വിധി എഴുതുമ്പോൾ കരളിൽ കനലുമായി കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു കച്ചിത്തുരുമ്പാണ് ആനന്ദ് ശ്രീബാല. ദുരൂഹ സാഹചര്യങ്ങളിൽ മരണമടഞ്ഞ മക്കൾക്ക് എന്നെങ്കിലും നീതി നേടിക്കൊടുക്കാൻ എവിടെയെങ്കിലും ഒരു ആനന്ദ് ശ്രീബാല പ്രത്യക്ഷപ്പെട്ടേക്കും എന്ന പ്രതീക്ഷയാണ് ചിത്രം പ്രേക്ഷകർക്ക് നൽകുന്നത്.